ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. തോബിത്തിൻ്റെ പുസ്തകമാണ് നാം ഈ ദിനങ്ങളിൽ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് തോബിത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ പ്രധാനമായിട്ടും ഒരു മത്സ്യത്തെ സംബന്ധിച്ചിട്ടുള്ളതും ഒരു വിവാഹാലോചനയെ സംബന്ധിച്ചിട്ടുള്ളതുമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ടൈഗ്രിസ് നദിയിലെ ഒരു മത്സ്യത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. തോബിത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. അടുത്തത് ഒരു വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തോബിത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ അക്കാര്യം കാണുന്നു. നമുക്ക് വചനം വായിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഈ സമയം സാധിക്കുമെങ്കിൽ എല്ലാവരും വിശുദ്ധ ഗ്രന്ഥമൊന്ന് കയ്യിലെടുക്കുക. തോബിത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗം നമുക്കൊന്ന് വായിക്കാം. അവർ യാത്ര ചെയ്തു വൈകുന്നേരം ടൈഗ്രിസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു. തോബിയാസ് കുളിക്കാൻ നദിയിലിറങ്ങി. അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി. അത് അവനെ വിഴുങ്ങിക്കളയുമായിരുന്നു. മത്സ്യത്തെ പിടിക്കൂ എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു. അവൻ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു. ദൂതൻ പറഞ്ഞു, അതിനെ വെട്ടിപ്പിളർന്ന് അതിൻ്റെ ചങ്കും കരളും കയ്പയും എടുത്ത് സൂക്ഷിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അനന്തരം അവർ ആ മത്സ്യം പൊരിച്ചു തിന്നു. അവർ യാത്ര തുടർന്ന് എക്ബത്താനായിക്ക് സമീപമെത്തി. തോബിയാസ് ദൂതനോട് ചോദിച്ചു, സഹോദരനായ അസറിയാസ്, മത്സ്യത്തിൻ്റെ ചങ്കും കരളും കയ്പയും എന്തിനാണ്? അവൻ പറഞ്ഞു, ഒരു പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി. അവയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയില്ല. തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ പുരട്ടിയാൽ അത് മാറും. ഈ വചനഭാഗത്ത് നാം കാണുന്നത് ഈ യാത്രാസംഘം തോബിയാസും സഹയാത്രികനായ ദൂതൻ അസറിയാസും നായും ഉൾപ്പെടുന്ന യാത്രാസംഘം ഒരു വൈകുന്നേരം, ഒരു സന്ധ്യാസമയം ടൈഗ്രിസ് നദിയുടെ തീരത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. അവിടെ നദിയിൽ ദേഹശുദ്ധി വരുത്തുന്നതിന് വേണ്ടി തോബിയാസ് കുളിക്കാനായിട്ട് ഇറങ്ങുന്നു. ചുറ്റും ഇരുൾ മൂടിയ സന്ധ്യയിലാണ്, അഥവാ അക്ഷരാർത്ഥത്തിൽ നോക്കിയാൽ രാത്രിയിലാണ് അവൻ നദിയിലേക്ക് ഇറങ്ങുന്നത്. ഇരുൾ മൂടുന്ന സന്ധ്യ, രാത്രി, ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ പലപ്പോഴും തിന്മയുടെ പ്രതീകമായിട്ട് അവതരിപ്പിക്കപ്പെടാറുണ്ട്. മരണത്തിൻ്റെ നിഴൽ വീണ സന്ധ്യകൾ, രാത്രിയിലെ ഭീകരത, ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ എന്നിവയെല്ലാം അന്ധകാരം, രാത്രി എന്നിവയുമായി ബന്ധപ്പെട്ട്
വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരന്തരം കാണുന്ന ചില പ്രയോഗങ്ങളാണ്. സങ്കീർത്തനങ്ങളിലും മറ്റും നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. തോബിയാസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി അത് അവനെ മരണം വേട്ടയാടിയ ഒരു യാത്രയായിരുന്നു. ഈ രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിലേക്ക് മരണത്തിൻ്റെ ദൂതൻ എന്നതുപോലെയാണ് ഒരു മത്സ്യം അവനെ വിഴുങ്ങാനായിട്ട് പാഞ്ഞെടുക്കുന്നത്. മരണത്തിൻ്റെ ഒരു രാത്രി. ഈ രാത്രി അവനെ വേട്ടയാടാനായി വരുന്ന മരണം ഇതിനെ തുടർന്ന് വരുന്ന രാത്രിയിലും അവനെ വേട്ടയാടാനായി വരുന്നത് ഇനി കഥ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് അയാളുടെ വിവാഹരാത്രി തന്നെയാണ്. മരണത്തെ മുഖാമുഖം കണ്ടുമുട്ടുന്ന രണ്ട് രാത്രികൾ. ഒന്ന് ടൈഗ്രിസ് നദിക്കരയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ, രണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ വിവാഹ രാത്രി. പക്ഷേ ഈ രണ്ട് രാത്രികളിലും തോബിയാസിനെ വേട്ടയാടുന്ന മരണവും കൂടെ യാത്ര ചെയ്ത സഹയാത്രികനായിരുന്ന ദൂതൻ്റെ നിർദ്ദേശപ്രകാരം അനുഗ്രഹത്തിൻ്റെ സമയമായി രൂപാന്തരപ്പെടുന്നത് നമുക്ക് കാണാം. നമ്മുടെ ജീവിതയാത്രയിലും ചുറ്റും ഇരുൾ പരക്കുമ്പോൾ, രാത്രിയുടെ ഭീകരത നമ്മെ വേട്ടയാടുമ്പോൾ, പ്രകാശത്തിൻ്റെ പ്രതീക്ഷയുടെ തരിമ്പ് പോലും കാണാതെ ദുഃഖത്തിൻ്റെ നിരാശയുടെ രാത്രികളിലൂടെ നാം ചരിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ കൂടെ ആയിരിക്കുന്ന ആ നല്ല ദൂതനെക്കുറിച്ച്. ദൈവം നമുക്കായി നിയോഗിച്ചിരിക്കുന്ന കാവൽ മാലാഖയെക്കുറിച്ച് നമുക്ക് അവബോധമുണ്ടെങ്കിൽ, ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ, തീർച്ചയായും ഒരു മരണത്തിൻ്റെ രാത്രിക്കും നമ്മെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. ജീവൻ്റെ പുലരിയിലേക്ക് ആ രാത്രികൾ വഴിമാറും എന്നതിന് ഈ തിരുവചനം നമുക്ക് ഉറപ്പ് തരുകയാണ്. മറ്റൊന്ന് ഈ മത്സ്യത്തെ സംബന്ധിച്ചാണ്. രാത്രിയെ സംബന്ധിച്ചും സന്ധ്യയെ സംബന്ധിച്ചുമുള്ള ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മത്സ്യം ആണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. മത്സ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിന് പുറമേ യോനാ പ്രവചന പുസ്തകത്തിലാണ് നാം കാണുന്നത്. തോബിയാസിനെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്ന വലിയ മത്സ്യം നാം ഇവിടെ കണ്ടു. യോനാ പ്രവാചകനെ വിഴുങ്ങിയ വലിയ മത്സ്യത്തെ ഈ മത്സ്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിലും തോബിത്തിൻ്റെ പുസ്തകത്തിലും സത്യത്തിൽ ഈ മത്സ്യം ഒരേ സമയം മരണത്തിൻ്റെയും ജീവൻ്റെയും പ്രതീകമാണ്. യോനാ പ്രവാചകൻ്റെ കാര്യത്തിൽ യോനാ പ്രവാചകനെ വിഴുങ്ങുന്ന മത്സ്യം മരണത്തിൻ്റെ പ്രതീകമായി നമുക്ക് ആദ്യം തോന്നുമെങ്കിലും പിന്നീട് ആ മത്സ്യത്തിൻ്റെ വയറിനുള്ളിലാണ് യോനാ പ്രവാചകൻ്റെ ജീവൻ നിലനിർത്തപ്പെടുന്നത്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസുമായി ഏറ്റുമുട്ടുന്ന ഈ മത്സ്യത്തെ മരണത്തിൻ്റെ പ്രതീകമായി നമുക്ക് ആദ്യം തോന്നാമെങ്കിലും പിന്നീട് തോബിയാസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ അത്ഭുതങ്ങൾക്ക് നിദാനമായി തീരുന്നത് ഈ മത്സ്യം തന്നെയാണ്. തോബിയാസിൻ്റെ പ്രതിസുത വധുവാകാനായി പോകുന്ന സാറായെ നിരന്തരം പീഡിപ്പിച്ചിരുന്ന അസ്മോദേവൂസ് എന്ന് പറയുന്ന ദുഷ്ടപിശാചിനെ ദൂരേക്ക് അകറ്റാൻ, ബന്ധിച്ച് അകറ്റാൻ സഹായകമാകുന്നത് ഇതേ മത്സ്യത്തിൻ്റെ ചങ്കും കരളുമാണ്. തോബിയാസിൻ്റെ പ്രിയപിതാവ് തോബിത്തിനെ അലട്ടിക്കൊണ്ടിരുന്ന അന്ധത,
ആ അന്ധതയിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി തോബിത്തിനെ സഹായിക്കുന്നത് ഇതേ മത്സ്യത്തിൻ്റെ കയ്പയാണ് എന്ന് നമുക്ക് പിന്നീട് കഥയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ചുരുക്കത്തിൽ മത്സ്യം തുടക്കത്തിൽ മരണകാരണമാണ് എന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് ഈ മത്സ്യം തന്നെ ജീവൻ്റെ സൗഖ്യത്തിൻ്റെ നിറവിന് നിദാനമാകുന്നതും നമുക്ക് കാണാം. യഹൂദ ശില്പകലയിലും കൊത്തുപണികളിലും മത്സ്യങ്ങൾക്ക് സവിശേഷമായ സ്വാധീനമുണ്ട്, സ്ഥാനമുണ്ട് എന്ന് പുരാവസ്തു ഗവേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഇനി പുതിയ നിയമകാലത്തേക്ക് വരുമ്പോൾ, പുതിയ നിയമകാലത്ത് ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന സംജ്ഞയുടെ ഗ്രീക്ക് ചുരുക്കെഴുത്ത് എന്ന നിലയിൽ ഇക്ത്യൂസ് എന്ന മത്സ്യത്തിൻ്റെ പേര് ക്രൈസ്തവരുടെ അടയാളമായി മാറുന്നുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ മത്സ്യം എന്നതിനുള്ള പേര് ഇക്ത്യൂസ് എന്നാണ്. ഈ ഇക്ത്യൂസ് എന്ന പേരിൽ ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ യേശൂസ് ക്രിസ്തോസ് തെവു ഹ്യൂയോസ് സൊതേർ എന്ന ഗ്രീക്ക് വാചകത്തിൻ്റെ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം ചേർത്തുകൊണ്ടുള്ള ഒരു ചുരുക്കെഴുത്താണ്. യേശൂസ് ക്രിസ്തോസ് തെവു ഹ്യൂയോസ് സൊതേർ എന്ന ഗ്രീക്ക് വാചകത്തിൻ്റെ അർത്ഥം ജീസസ് ക്രൈസ്റ്റ് ഗോഡ്സ് സൺ സേവ്യർ എന്നാണ്. യേശു ക്രിസ്തു ദൈവപുത്രൻ രക്ഷകൻ എന്നാണ് ഈ വാചകത്തിൻ്റെ അർത്ഥം. ആ വാചകത്തിലെ ഓരോ ആദ്യ അക്ഷരങ്ങളും എടുത്തുകൊണ്ട് ഒരു ചുരുക്കെഴുത്ത് ഉണ്ടാക്കുമ്പോൾ അത് ഇക്ത്യൂസ് എന്നായി വായിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം വളരെ പഴയ ദേവാലയങ്ങളിലും റോമിലെ കാറ്റക്കോമ്പുകളിലും മറ്റും ഒരു മത്സ്യത്തിൻ്റെ ചിത്രങ്ങളും മറ്റും കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ദേവാലയങ്ങളിൽ പലപ്പോഴും ഒരു പ്രതീകം എന്നോണം മത്സ്യത്തെ വരച്ചു വയ്ക്കുന്നത്, മത്സ്യത്തിൻ്റെ പടം വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാവും. സത്യത്തിൽ ആ മത്സ്യം സൂചിപ്പിക്കുന്നത് ഈശോ മിശിഹ എന്ന ദൈവപുത്രനെയും രക്ഷകനെയുമാണ്. ഗ്രീക്ക് ഭാഷയിൽ മത്സ്യത്തിൻ്റെ പേര് ഇക്ത്യൂസ് എന്നാണ്. അത് സൂചിപ്പിക്കുന്നത് യേശൂസ് ക്രിസ്തോസ് തെവു ഹ്യൂയോസ് സൊതേർ എന്ന പദത്തെ ആണ്. അടുത്തതായി നമുക്ക് ഈ മത്സ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷം വചനവായന തുടരാം. ഓർക്കുക, ദൂതൻ്റെ നിർദ്ദേശപ്രകാരം തോബിയാസ് ഇപ്പോൾ ഈ മത്സ്യത്തിൻ്റെ 3 കാര്യങ്ങൾ എടുത്ത് ഉപ്പ് പുരട്ടി സൂക്ഷിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചങ്ക്, അതിൻ്റെ കരള്, അതിൻ്റെ കയ്പ. ഈ മത്സ്യവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ ഇനിയുള്ള യാത്രയിൽ തോബിയാസിൻ്റെ കൈവശമുണ്ട്. ഈ 3 കാര്യങ്ങളും 2 പ്രത്യേകമായ അവസരങ്ങളിൽ ഉപയുക്തമാക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു വിവാഹാലോചനയെ സംബന്ധിച്ചാണ് ഈ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗത്ത് നമ്മൾ കാണുന്നത്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. തോബിത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള ദീർഘമായ ഒരു തിരുവചന ഭാഗമാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. സാധിക്കുമെങ്കിൽ എല്ലാവരും ഒരിക്കൽ കൂടി വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് നമുക്ക് ഒരുമിച്ച് ഈ ഭാഗം വായിക്കാം. അവർ എക്ബത്താനയിലെത്താറായി. അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറഞ്ഞു, സഹോദര, ഇന്ന് നമുക്ക് റഗുവേലിനോട് കൂടെ താമസിക്കാം. അവൻ നിൻ്റെ ബന്ധുവാണ്. അവന് ഒരു മകളേ ഉള്ളൂ, സാറ. നീ അവളെ വിവാഹം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.
അവളുടെ സ്വത്തും നിനക്ക് അവകാശപ്പെട്ടതാണ്. അവൾക്ക് അർഹനായ ബന്ധു നീ മാത്രമാണ്. അവളാണെങ്കിൽ സുന്ദരിയും വിവേകവതിയുമാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ അവളുടെ പിതാവിനോട് സംസാരിക്കാം. റാഗസിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം. മോശയുടെ നിയമമനുസരിച്ച് റഗുവേൽ നിനക്കു മാത്രമേ അവളെ വിവാഹം ചെയ്ത് തരാവൂ. അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാകും. കാരണം മറ്റാരെയും കാൾ നിനക്കാണ് അവളുടെ മേൽ അവകാശം. അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ്, ആ പെൺകുട്ടി 7 പേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണവറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഏക മകനാണ്. മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ മുൻഗാമികളെപ്പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു പിശാച് അവളിൽ അനുരക്തനാണ്. അവളെ സമീപിക്കുന്നവരെ മാത്രമേ അത് ഉപദ്രവിക്കാറുള്ളൂ. ഞാൻ മരിക്കുമെന്നും എൻ്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിലാഴ്ത്തി കൊല്ലുമെന്നും ഞാൻ ഭയപ്പെടുന്നു. അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ മറ്റു സന്താനങ്ങളില്ല. ദൂതൻ പ്രതിവചിച്ചു, നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നു തന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിന്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ? സഹോദര, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്നു രാത്രി തന്നെ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരും. പിശാചിനെ പറ്റി നീ പേടിക്കേണ്ട. നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് പുകയ്ക്കുക. അതിൻ്റെ മണമേറ്റാലുടൻ പിശാച് ഓടിയകലും, പിന്നീട് ഒരിക്കലും വരികയില്ല. നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റു നിന്ന് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും. നീ പേടിക്കേണ്ട. അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കും. അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും. നിനക്ക് അവളിൽ സന്തതികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തോബിയാസ് ഇതുകേട്ട് അവളിൽ അനുരക്തനായി തീവ്രാഭിലാഷം പൂണ്ടു. തോബിയാസിൻ്റെ വിവാഹത്തിന് ആലോചന നടത്തുന്ന ദൂതനെയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. സത്യത്തിൽ ഈ ദൂതൻ കൂലിക്ക് എടുക്കപ്പെടുന്നത് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാനായിട്ടല്ല. ദൂതൻ കൂലിക്ക് എടുക്കപ്പെടുന്നത് മേദ്യായിലെ റാഗസിലേക്ക് പോയി അവിടെ നിന്നും തോബിത്ത് നിക്ഷേപിച്ചിട്ടുള്ള പണം ഗബായേൽ എന്ന വ്യക്തിയുടെ അടുത്ത് തോബിത്ത് നിക്ഷേപിച്ചിട്ടുള്ള പണം വീണ്ടെടുത്ത് തിരികെ വരിക എന്നുള്ളതാണ് ദൂതൻ്റെ പ്രഥമമായ കർത്തവ്യം. പക്ഷെ എന്നാൽ ഇവിടെ ദൂതൻ ഒരു വിവാഹാലോചന മുൻപോട്ട് വയ്ക്കുകയാണ്. സാധാരണഗതിയിൽ ഇസ്രായേലിൽ വധൂവരന്മാരുടെ മാതാപിതാക്കളാണ് വിവാഹത്തിന് മുൻകൈയെടുക്കുന്നത്. എന്നാൽ ഇവിടെ സഹയാത്രികനായ ദൂതൻ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ കാര്യം ചെയ്യുന്നു. ഇത്തരത്തിൽ ദൂതന്മാർ വിവാഹാലോചനയുമായി മുൻപോട്ട് പോകുന്ന രീതി പഴയ നിയമത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം. നമുക്കറിയാം, അബ്രാഹം തൻ്റെ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ തൻ്റെ പുത്രൻ ഇസഹാക്കിനെ ഒരു കാരണവശാലും താൻ വിട്ടുപോകുന്ന ഇടത്തേക്ക് തിരികെ വിടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്, എന്നാൽ തൻ്റെ ഗോത്രത്തിലും കുടുംബത്തിലും പെട്ട ഒരു പെൺകുട്ടിയെ
ഇസഹാക്കിന് ഭാര്യയായി ലഭിക്കണം എന്ന അദമ്യമായ ആഗ്രഹത്താൽ തൻ്റെ വേലക്കാരനെ സത്യം ചെയ്ത് ഒരു ദൂതനായി പറഞ്ഞയക്കുന്ന സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ അബ്രാഹത്തിൻ്റെ വേലക്കാരനായ ദൂതനാണ് അബ്രാഹത്തിന് വേണ്ടിയും ഇസഹാക്കിന് വേണ്ടിയുമെല്ലാം പെൺകുട്ടിയോടും പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളോടും സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിവാഹത്തിന് ദൂതന്മാർ നേതൃത്വം കൊടുക്കുന്ന രീതി നമുക്ക് പഴയ നിയമത്തിൽ അബ്രാഹത്തിൻ്റെയും അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസഹാക്കിൻ്റെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ദൂതനായ അസറിയ, അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ റഫായേൽ മാലാഖ, സാറ എന്ന പെൺകുട്ടിയെക്കുറിച്ച്, റഗുവേലിൻ്റെ പുത്രിയെക്കുറിച്ച് തോബിയാസിനോട് പറയുകയാണ്. അവൾ സുന്ദരിയാണ്, അവൾ വിവേകമതിയായ ഒരു പെൺകുട്ടിയാണ്. തോബിയാസിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി തോബിയാസിൻ്റെ ഭാര്യയാകാൻ എല്ലാ സാധ്യതകളുമുള്ള ഒരു പെൺകുട്ടിയാണ് സാറ. അതുകൊണ്ട് ആ സാറായെ നീ വിവാഹം ചെയ്യണം, അവളുടെ സ്വത്തും നിനക്ക് ലഭിക്കും എന്നൊക്കെ ദൂതൻ പറയുമ്പോൾ തോബിയാസ് ദൂതനോട് പറയുകയാണ്, ആ പെൺകുട്ടി 7 പ്രാവശ്യം വിവാഹം ചെയ്യപ്പെട്ടവളാണ്. 7 പ്രാവശ്യവും വിവാഹ രാത്രിയിൽ തന്നെ അവളെ വിവാഹം ചെയ്തവർ മരണപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവളെ വിവാഹം ചെയ്താൽ തീർച്ചയായും വിവാഹരാത്രിയിൽ ഞാനും മരണപ്പെടും. എൻ്റെ പിതാവിനെയും മാതാവിനെയും സംബന്ധിച്ചിടത്തോളം ഞാൻ ഏകപുത്രനാണ്. അവർ വാർദ്ധക്യത്തിലെത്തി മരിക്കുമ്പോൾ അവരുടെ ഖബറടക്കം നടത്താൻ ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ തന്നെ അകാലത്തിൽ ഇവളുമായി വിവാഹം ചെയ്ത് മരണമടഞ്ഞാൽ അത് എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ ദുഃഖമുണ്ടാകും. അതിനാൽ തൻ്റെ താല്പര്യക്കുറവ് തോബിയാസ് ദൂതനെ അറിയിച്ചു. അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ദൂതൻ തോബിയാസിനോട് പറയുകയാണ്, ഒന്നാമതായി നിൻ്റെ പിതാവ് നിന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നീ ഓർക്കണം. നീ ഭാര്യയെ കണ്ടെത്തുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ആയിരിക്കണമെന്ന് നിൻ്റെ പിതാവ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യാക്കോബ് വിവാഹം ചെയ്യുന്നതിന് മുന്നോടിയായി ഇസഹാക്ക് യാക്കോബിനോട് പറയുന്ന ഒരു വചനമുണ്ട്, നിൻ്റെ സഹോദരൻ ഏസാവിനെ പോലെ, ഹിത്യരായ ആളുകളിൽ നിന്ന് വിവാഹം ചെയ്ത ഏസാവിനെ പോലെ ആകരുത് നീ, മറിച്ച് നമ്മുടെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവരെ മാത്രമേ നീ വിവാഹം ചെയ്യാവൂ എന്ന് ഇസഹാക്ക് യാക്കോബിനോട് പറയുന്നുണ്ട്. അതുപോലെ തോബിയാസിനോട് പറഞ്ഞ ഒരു നിർദ്ദേശം ഇതാണ്, നീ നമ്മുടെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ട ആളുകളെ, ഒരു പെൺകുട്ടിയെ മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അക്കാര്യം വളരെ വ്യക്തമായിട്ട് ഈ സാറായുടെ കാര്യത്തിൽ നടക്കുന്നു. അവൾ റഗുവേലിൻ്റെ പുത്രിയാണ്, തോബിത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട, തോബിത്തിൻ്റെ തന്നെ ബന്ധുവായ റഗുവേലിൻ്റെ പുത്രിയാണ്. രണ്ടാമതൊരു കാര്യം ദൂതൻ തോബിയാസിനെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്, ഈ സാറ എന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ അനാദികാലം മുതൽ നിനക്കായി മാറ്റി നിർത്തപ്പെട്ടവളാണ്. അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ് എന്ന് ദൂതൻ തോബിയാസിന് ഉറപ്പ് കൊടുക്കുന്നു. നീ അവളെ രക്ഷിക്കും, അവൾ നിനക്ക് തുണയാകും, നിന്റെ കുഞ്ഞുങ്ങൾക്ക് അവൾ ജന്മം നൽകും, നീയും അവളും വാർദ്ധക്യം വരെ ഒരുമിച്ച് ജീവിക്കും. ഇത്തരത്തിൽ ദൈവത്തിൻ്റെ ഹിതമാണ് നീ സാറായെ വിവാഹം ചെയ്യേണ്ടത് എന്ന് ദൂതൻ വെളിപ്പെടുത്തുമ്പോൾ അതുവരെ പറഞ്ഞ എല്ലാ ഒഴികഴിവുകളും തോബിയാസ് അവസാനിപ്പിക്കുന്നു. സാറ എന്ന പെൺകുട്ടിയെ നേരിട്ട് കാണുന്നതിന് മുൻപ് തന്നെ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് തോബിയാസിന് അവളോട് വലിയ പ്രണയം ഉണ്ടാവുകയാണ്. ചുരുക്കത്തിൽ വിവാഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശാരീരിക
മറിച്ച് ദൂതൻ പറഞ്ഞ കാര്യം, അവൾ അനാദികാലം മുതൽ നിനക്കായി മാറ്റി നിർത്തപ്പെട്ടവളാണ് എന്ന ദൈവത്തിൻ്റെ ഹിതം. അതാണ് തോബിയാസിനെ സാറായെ വിവാഹം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അടുത്തായി നമുക്ക് 7-ാമത്തെ അധ്യായമാണ്. 7-ാമത്തെ അധ്യായത്തിൽ തോബിയാസിൻ്റെയും സാറായുടെയും വിവാഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ കാണുന്നത്. അടുത്ത ക്ലാസ്സിൽ ഈ അധ്യായം വായിച്ച് വിശദീകരിക്കാം.